അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ നോക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ, ഇന്നും നമുക്കൊരു 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് താത്താടെ മോൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്, പാലക്കാട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്സയാണ് കേട്ടോ. അങ്ങനെ കപ്സ റെസിപ്പി വീഡിയോ ഒന്നും അല്ല, റെസിപ്പിയൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും കാക്കു സാധനങ്ങളൊക്കെ ഒന്ന് കൊടുന്ന് തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ആദ്യം. അപ്പോൾ ചിക്കനാണ്, ചിക്കൻ കുറച്ച് വെള്ളത്തിൽ നിന്നിട്ട് ക്ലീനാക്കി എടുക്കണം. പിന്നെ കുറച്ച് പഴം കൊടുന്നിട്ടുണ്ട്, അതുപോലെ കപ്സ കിറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ആ കിറ്റ് വാങ്ങിക്കുമ്പോൾ ആ ഒരു കിലോൻ്റെ കിറ്റാണ്. അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാവും, നമ്മൾ സെപ്പറേറ്റ് എടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അടന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് ഇളയച്ചൻ്റെ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ, അവർക്കുള്ള ചായയാണത്. അങ്ങനെ അത് ചായയൊക്കെ ഒന്ന് തിളപ്പിച്ച് മധുരമൊക്കെ ഇട്ട് കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നമുക്ക് ഒരു 2 സ്നാക്സൊക്കെ ഉണ്ടാക്കണ്ടേ, നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള സ്നാക്സ്. കുറച്ച് ഇതുണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഉന്നക്കായ കേട്ടോ. ഞാൻ നോമ്പ് തുടങ്ങിയിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയിട്ടില്ല, നോമ്പ് തുടങ്ങിയിട്ടെന്നല്ല കുറേ ആയിട്ടോ ഉന്നക്കായ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു ആഗ്രഹം, എന്നൊരു ഉന്നക്കായ കഴിക്കാനൊരു ആഗ്രഹം കേട്ടോ. അപ്പോൾ അതിനുള്ള പഴമൊക്കെ ഒന്ന് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കണതൊന്നും ഞാൻ അങ്ങനെ എടുക്കണില്ല. നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോയിൽ എപ്പോഴും സമൂസ മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് കരുതില്ലേ. അപ്പോൾ സമൂസക്കുള്ള സംഭവം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാനുള്ള തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ പൊതിച്ച് കൊടുന്നൊന്ന് ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഓവറായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു പോകേണ്ട ഒരു ഇതിലൊന്നും വേവിക്കണ്ട, കുറച്ച് ഒരു പാകത്തിന് കേട്ടോ. എന്താ വെച്ചാൽ അതൊന്ന് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ മാവ് കുഴക്കണ പോലെ ആവണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉന്നക്കായ്ക്കുള്ള പഴം എല്ലാം റെഡി ആയിട്ടുണ്ട്, സമൂസക്കുള്ള മസാലക്കുള്ള ഉള്ളി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ, നെയ്യൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാനിൻ്റെ ചിരവ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ. തേങ്ങ ചിരവി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തുടച്ച് ക്ലീനാക്കി വെക്കൽ ഞാൻ എന്നും ചെയ്യണതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളതൊരു വൃത്തിഹീനമായി കിടക്കും അവിടെ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെക്കുക. അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ആകെ അങ്ങോട്ട് കച്ചറ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവും കേട്ടോ. എനിക്ക് അത് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോൾ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ ക്ലിയറാക്കി ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു അടുത്ത പണി തുടങ്ങും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഒന്ന് പഴമൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ തേങ്ങ ഒന്ന് നെയ്യൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് കേട്ടോ. ഇവിടെ നെയ്യ് എപ്പോഴും ആ ചെറിയ ഡബ്ബ കേട്ടോ വാങ്ങുക. അത് ചിലപ്പോൾ വാങ്ങിയത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്തുണ്ടാവും, ചിലപ്പോൾ ഞാനത് മറക്കും, പിന്നെ വീണ്ടും കൊണ്ടുവരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നെയ്യ് ഒഴിച്ചു, അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ടിട്ട് തേങ്ങയും കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് പഞ്ചസാര കേട്ടോ. അപ്പോൾ പഴം നല്ല മധുരമുള്ള പഴമാവും, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം കണ്ടിട്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെ പഴത്തിൻ്റെ ഉന്നക്കായൻ്റെ എല്ലാതും ലിങ്കൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമൂസ കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഞാൻ എന്നും ഉപയോഗിക്കുന്നൊരു പാനാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് എല്ലാം വേഗം പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ ചെറിയ കുണ്ടുള്ള ചീനച്ചട്ടി വെക്കുമ്പോൾ അതിൽ കുറേശ്ശെ ഇടാൻ പറ്റുള്ളൂ. ഇതാവുമ്പോൾ എത്ര ഉണ്ടോ അത്ര അതിൽ കൊള്ളാൻ പറ്റുന്നത് ഫുള്ള് ആയിക്കോട്ടെ. അങ്ങനെ ഉന്നക്കായൊക്കെ ഒന്ന് മുരിഞ്ഞ് സെറ്റായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണികൾ ചെയ്യാം അല്ലേ. അപ്പോൾ ഉന്നക്കായ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവാറുണ്ട്, എനിക്കിങ്ങനെയുണ്ട് ഇഷ്ടം, അധികം വലിപ്പം ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെ സമൂസയും ഒക്കെ പൊരിച്ച് നോമ്പ് തുറക്കേണ്ട ടൈമായിട്ടോ. അപ്പോൾ ഇന്ന് ജ്യൂസ് വത്തക്ക ജ്യൂസാട്ടോ. നമ്മൾ പാലൊക്കെ ഒഴിച്ചിട്ട് കസ്കസൊക്കെ ഇട്ടിട്ടുണ്ടാക്കൂലേ, അതാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് മുന്തിരിങ്ങ ഉണ്ട്, അതുപോലെ ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട് ഫ്രൂട്ട് ഒരുപാട് വെച്ചാലൊന്നും ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. ആ ടൈമിൽ അതങ്ങോട്ട് കഴിക്കും.
അങ്ങനെ നോമ്പ് തുറന്നിട്ട് എല്ലാവരും പള്ളിക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി വന്നിട്ടാണ് കേട്ടോ അവരൊക്കെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ ഫുഡ് റെഡിയാക്കിയിട്ടുമില്ല. അപ്പോൾ കപ്സയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊരു 1 കിലോ വെക്കാൻ കറക്റ്റാട്ടോ ഈ ഒരു പാത്രം. ഞാനൊന്നും കപ്സ വെക്കുമ്പോൾ വെക്കുന്ന പാത്രമാണിത്. അല്ലാതെ വേറെ ഇതിന് ചിലപ്പോൾ ഒരു ബിരിയാണി വെക്കുമ്പോൾ 1 കിലോ ബിരിയാണി ഇതിൽ കൊള്ളാറില്ല. അപ്പോൾ കപ്സ കൊള്ളും കേട്ടോ. അങ്ങനെ ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് അങ്ങനെ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിലധികം നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കപ്സ അധികം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഉണക്ക നാരങ്ങ, അങ്ങനെ അതിലുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് അതുപോലെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതിലേക്ക് നമ്മൾ കപ്സ മസാല കിട്ടുമല്ലോ, കിറ്റിലുണ്ടാവുന്ന മസാല, മാഗി ക്യൂബ്, അതുപോലെ തന്നെ അതിൽ കിട്ടിയതാണ് ഈ ഉണക്ക നാരങ്ങ കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് വാട്ടിയതിന് ശേഷം ചിക്കൻ ഇടുക. പിന്നെ അരി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിന് ഡബിൾ വെള്ളം വെക്കുക. അപ്പോൾ ഈ ഒരു ഞാൻ ഒരു വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം മാത്രമേ വെച്ചുള്ളൂ. ശരിക്കും 6 ഗ്ലാസ്സാണ് വെക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ ചിക്കനിൽ നിന്നും മസാലയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ചിലപ്പോൾ ഒരു 2 ഗ്ലാസ് ഉണ്ടാവും മാക്സിമം. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അളവ് കറക്റ്റേ കിട്ടുള്ളൂ കേട്ടോ. ഞാനതിങ്ങനെ ഊഹാഭാവം വെച്ചിട്ട് 2 ഗ്ലാസ് കൂടുതൽ അതിലുണ്ടാവും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ 6ൽ നിന്ന് 2 കുറച്ചിട്ട് 4 ഗ്ലാസ് ഒഴിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കും മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇടാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കപ്സ കുറച്ച് വെള്ളമൊക്കെ വറ്റി സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചത് കറക്റ്റ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. 4 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് നമ്മൾ ചിക്കൻ ഗ്രേവിയിലുള്ള വെള്ളവും കൂടി ആയപ്പോൾ കപ്സ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്സ ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. ഒരുപാട് പണികളൊന്നുമില്ല. ഒരുപാട് ഉള്ളിയോ അരിഞ്ഞിട്ടു, തക്കാളിയൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണല്ലോ ഇടുന്നത്. അതിൻ്റെ പുറമെ തന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ എന്തായാലും കപ്സ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് നല്ല സോഫ്റ്റ് റൈസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർക്കാനൊന്നുമില്ല. ഒന്ന് നമ്മൾ സാധാ തട്ടി അമർത്തി വെച്ചിട്ട് ഒന്നും കൂടി അടച്ച് ആവിയിൽ അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. നമ്മുടെ ജ്യേഷ്ഠത്തിൻ്റെ മോന് എപ്പോഴും പറയും കേട്ടോ, അവനിങ്ങനെ പൊരിച്ച ചിക്കനിൽ ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ച ചിക്കൻ വേണം, ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും കേട്ടോ. അങ്ങനെ മക്കൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഫുഡും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്സക്ക് നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തക്കാളി, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, സുറുക്ക ഒഴിച്ചിട്ടൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. ഇതാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് കപ്സയ്ക്ക് നമ്മളെപ്പോഴും മയോണൈസും ആ ഒരു ചട്നി ഉണ്ടാക്കണം കേട്ടോ. തൈരൊന്നും ഇതൊക്കെ യോജിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. മക്കളൊക്കെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എടുത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.